Good morning, friends. Have a fantastic positive day. It is Simon. It's me, Simon YouTube channel. Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. വളരെ ബ്യൂട്ടിഫുള്ളായ പ്രദേശത്ത് യൂഷ്വൽ എക്സസൈസും എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് എനിക്കൊരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണം എന്നൊരാഗ്രഹമുണ്ടായി. ഒരു ദിവസം ഒരു ഇൻസ്പിറേഷൻ. നമുക്ക് ഈ പുകവലി, മദ്യപാനം, ഡ്രഗ്സ് ഇതിനെപ്പറ്റി നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ഒത്തിരി സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇന്ന് എക്സസൈസിന് വന്നപ്പം ഒരു അച്ചായി ഇവരുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ വളരെ മേൽത്തരം മദ്യമാണ്, 2000-2500 രൂപ മോർഫ്യൂസോ അങ്ങനെ ഏതാണ്ടൊക്കെയാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ശരീരത്തിന് കേടില്ല പപ്പ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. പുള്ളിക്ക് വലിയ വിഷമമാണ്. അപ്പം നല്ല സാധനങ്ങൾ കുടിച്ചാൽ ശരീരത്തിന് നല്ലതല്ലേ. ഇവിടെ സ്കോട്ട്ലാൻഡ് വിസ്കിയൊക്കെ എത്ര 35 വർഷമൊക്കെ ഒരു തടിവിപ്പയ്ക്കകത്ത് ഇട്ടിട്ടാണ് കൊണ്ടിരുന്നത്, ആളുകളെ ഭ്രമിപ്പിക്കാൻ വേണ്ടിയേ. അങ്ങനെ ചെയ്യുമ്പം നമ്മൾ ആരെങ്കിലും മദ്യപിച്ചിട്ട് ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്കിപ്പം 65 വയസ്സായി, 65 കഴിഞ്ഞു, അനുവിന് 65 ആകുന്നു. അപ്പം ഞാനിതുവരെ കണ്ടിട്ടില്ല ഒരാളെപ്പോലും വലിയ മുന്തിയ മദ്യം കഴിക്കുന്നവരും മുന്തിയത് മാത്രം കഴിക്കുന്നവരൊക്കെ എനിക്കറിയാം. പക്ഷെ അവർക്കൊരു 50-55 വയസ്സാകുമ്പോഴത്തേക്കേ പലതരത്തിലുള്ള രോഗങ്ങൾ, ഗുളികകൾ, ഒരു പിടി ഗുളികയും കഴിച്ചിട്ട് ഈ അച്ചായൊക്കെ ജീവിക്കും. അപ്പോൾ എന്നൊരു ഡോക്ടർ പറഞ്ഞതേ, എന്തൊരു കഷ്ടമാണ് സൈമൺ, ഈ ആവശ്യമില്ലാതൊക്കെ കുടിക്കുകയും തിന്നുകയും ചെയ്തിട്ട് ഒരു പിടി ഗുളികയും കഴിച്ച് ഏന്തി വലിഞ്ഞ് 55, 60, 65, 67 മരിക്കുക. വലിയ പെയിൻഫുള്ളി മരണമെന്ന് പറഞ്ഞു. വല്ല കാര്യമുണ്ടോ? വല്ലപ്പോഴും ഇങ്ങനെ ക്ലബിലും ഒക്കെ രസമായിട്ട് തുടങ്ങുന്നതാണ്, പക്ഷെ അത് പിന്നീട് ഹാബിറ്റായിട്ട് മാറും. ഏത് കാര്യവും 10 to 20 ഡേയ്സിൽ ആവർത്തിച്ചാൽ അത് ഹാബിറ്റായിട്ട് മാറും. നമ്മൾ എക്സസൈസ് ചെയ്യാനൊക്കെ വരുന്നോട്ട് പറയും, നിങ്ങൾ അടുപ്പിച്ച് 10-20 ദിവസം ചെയ്യാൻ പറയും. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഒരു മെറ്റബോളിക്, യെസ് മാഡം, ഗുഡ് മോർണിംഗ്, മെറ്റബോളിക് സിസ്റ്റം വരികയാണ്. നമ്മുടെ ബോഡി ആ സമയമാകുമ്പോൾ നമ്മളെ അലർട്ട് ചെയ്യും. എനിക്കറിയാം 4:30 എന്നൊരു സമയമുണ്ട്, ഞാൻ എഴുന്നേറ്റിരിക്കും. എനിക്ക് 4:28 ഒക്കെ ആകുമ്പോൾ എനിക്ക് അലാറം വരാൻ തുടങ്ങും എൻ്റെ ബോഡിയിൽ. 30 ആകുമ്പോൾ അലാറം അടിക്കും, ഞാൻ എഴുന്നേറ്റിരിക്കും. അതിനുശേഷം നമ്മുടെ പ്രഭാത കർമ്മങ്ങൾക്ക് അരമണിക്കൂർ എടുക്കും. ചൂടുവെള്ളവും നെയ്യൊക്കെ കുടിക്കും. 2 ഡ്രോപ്പ് നെയ്യ് ഒഴിച്ച് 2-3 ഗ്ലാസ് ഹോട്ട് വാട്ടർ കുടിക്കും. അത് നമ്മൾ ഫ്രഷായി 5 മണി കൂടി പ്രാർത്ഥിക്കാനിരിക്കും. അത് കഴിഞ്ഞ് 6 മണിക്ക് നടക്കാൻ വരും. ഇതൊരു റുട്ടീൻ ഹാബിറ്റായി മാറി. ആ 10 to 20 ഡേയ്സ് നിങ്ങൾ ആവർത്തിച്ച് എത്ര ബുദ്ധിമുട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ മദ്യപിക്കുന്നത്, ഞാൻ വൺസ് ഇൻ എ വൈൽ ക്ലബിൻ്റെ മീറ്റിങ്ങിലാണ്. ഈ ക്ലബിൽ മീറ്റിംഗ് എപ്പോഴും ഉണ്ട്, പല ക്ലബ്ബിൽ പോകാമല്ലോ. ഒരു ക്ലബ് മെമ്പറാണെങ്കിൽ പല ക്ലബ്ബിലും പോകാം. പിന്നെ ഫ്രണ്ട്സ് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. വേണ്ട നല്ല കാര്യത്തിന് വിളിക്കുന്നതല്ല വിളിക്കുന്നത്. അതുപോലെ എന്നിട്ട് ഈ പറയുന്നതെല്ലാം കുശുമുന്നായ്മ, അത് വേറൊരു കാര്യം. പിന്നെയുള്ളത് ഇങ്ങനെ ആവർത്തിച്ച് ഹാബിറ്റായിട്ട് മാറും. ഗ്രാജുവലി നിങ്ങൾ പോലും അറിയത്തില്ല, ഹാബിറ്റായിട്ട് മാറും. പിന്നെ ഇതില്ലാ പറ്റാത്തവർ. അതുകൊണ്ട് എത്ര മുന്തിയതാണേലും കുറഞ്ഞതാണെങ്കിലും മദ്യം നമ്മുടെ ഈ ക്ലൈമറ്റിന് ചേർന്നതല്ല. ഒന്നാമത് അതിൻ്റെ ടാക്സ് കേട്ടോ, 300 times ഒക്കെ ടാക്സ് എന്നാണ് കേട്ടോ. ലോകത്തൊരിടത്തില്ലാത്ത ടാക്സ് ഒക്കെ ഇട്ട് എന്തൊരു കഷ്ടമല്ലേ. ഒരു കണക്കിന് നല്ല ഈ വിലയുടെ ആധിക്യം കൊണ്ട് കുടി കുറയുമായിരിക്കും. ഓക്കെ, എന്തോ ഒരു പോളിസി ഇതിൻ്റെ പിന്നിലുണ്ട്, എനിക്കറിയില്ല എന്താണ്. എന്തായാലും അത്രയും ടാക്സൊക്കെ ഇടുന്നത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 300% ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മോശമാണ്, ഒരു ഡെവലപ്ഡ് കൺട്രിക്ക് ചേർന്നതല്ല. ഇപ്പം 28 പോലും മോദി എല്ലാം കൂടെ കളിയാക്കിയപ്പോഴാണ് 18 കുറച്ചത്. അന്നേരം ഈ 300 മാറ്റി ഒരു 18 കൊണ്ടുവരേണ്ട കാലമായി. എന്തായാലും മദ്യം കഴിച്ച്
പുക വലിച്ച് രക്ഷപ്പെട്ടവരെ നമ്മൾ കണ്ടില്ല. അത് വിറ്റ് രക്ഷപ്പെടുന്നവരെ നമുക്കറിയാം. വലിയ വലിയ ബാർ മുതലാളിമാരെയൊക്കെ അറിയാം. ഈ പുകയിൽ വിൽക്കുന്ന വലിയ കടകളെ അറിയാം. അവരൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് ഉപയോഗിക്കുന്നവരാരും രക്ഷപ്പെട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് മദ്യപിക്കരുത്, പുക വലിക്കരുത്, ഡ്രഗ്സ് ഉപയോഗിക്കരുത്. അല്പസ്വല്പം എക്സർസൈസും അല്പസ്വല്പം നടപ്പും അല്പം ഭക്ഷണ ക്രമീകരണമൊക്കെ ഉണ്ടെങ്കിൽ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് എന്ത് കിട്ടിയാലും തിന്നാവുന്നൊരു സ്ഥിതിയിലേക്ക് നിങ്ങൾ വരും. ഇപ്പം ഞാൻ ഓർത്ത് കാർബോഹൈഡ്രേറ്റ്സും ഷുഗറും ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും ഞാൻ കഴിക്കും, എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ കല്യാണത്തിനൊക്കെ പോയാൽ അവർ പറയും ഇപ്പോഴല്ലേ ഞാൻ പറയും ഇപ്പോഴേ ഇതുപോലെ പല കല്യാണമുണ്ട് നമുക്ക് ആഴ്ചയിൽ, പല ഫങ്ഷനുണ്ട്, പലയിടത്തും ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നത് പലതും ഉണ്ട്. അതുകൊണ്ട് നോ എന്ന് പറയും, കഴിക്കത്തില്ല. നമുക്ക് നമ്മളായിരിക്കും നമ്മുടെ ബോസ്. നമ്മുടെ മനസ്സിങ്ങനെ ചില താല്പര്യങ്ങൾ എടുത്തിടുമ്പോൾ നോ മതി, ഒരു ചിക്കൻ പീസ് നല്ല പീസ് കഴിച്ചോ മതി, അല്ല ഒരു പീസ് മതി, നമ്മൾ പറയണം നോ. ചിലപ്പം ഈ വിളിക്കുന്ന ആളുകൾ നമ്മളെ ഇഷ്ടമുള്ളത് കൊണ്ട് ഒരു പീസ് കഴിക്കുക, ഒരു നോ. നമ്മുടെ ബോസ് ആരായിരിക്കണം? നമ്മളായിരിക്കും. ഏത് കാര്യത്തിലും നിങ്ങൾ ഡെയിലി എഴുന്നേറ്റ് 10 നോ പറഞ്ഞ് പഠിക്കണം. അത് ഈ സൈക്കോളജി ക്ലാസ്സിലൊക്കെ ഉള്ളൊരു വിഷയമാണ്. ലോകത്തെ ഏറ്റവും മനുഷ്യന് പാടുള്ള വിഷയം നോ പറയാനാണ്. അത് സ്നേഹിതനോടായിരിക്കാം, ഓഫീസിലായിരിക്കാം. കാരണം ഗവൺമെൻറ്റിലേക്ക് അടിയന്തരമായി റിപ്പോർട്ട് പോകണം, പക്ഷെ ഒരു ഇമ്പോർട്ടൻ്റ് ഉദ്യോഗസ്ഥൻ എനിക്കൊരു അവധി വേണം, നോ എന്ന് പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ നമ്മുടെ കുട്ടികൾ വന്ന് അത്യാഡംബരപൂർവമായ ചില ആവശ്യങ്ങൾ പറയുമ്പോൾ നോ എന്ന് പറയാൻ നമുക്ക്. അപ്പോൾ ഡെയിലി ഒരു 10-20 നോ പറഞ്ഞ് പഠിക്കുക. ജസ്റ്റ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഗ്ലാസ് കണ്ണാടി, നമ്മുടെ കണ്ണാടി മുമ്പിൽ പോയി നിന്നിട്ട് മിറർ സേ നോ നോ നോ. ഇപ്പോൾ കേൾക്കുമ്പോൾ ആയിരിക്കും മക്കും വട്ടാണോ എന്ന് വിചാരിക്കും. പക്ഷേ അതല്ല, നമ്മളത് ഒരു ഹാബിറ്റാക്കി മാറ്റുക. നമ്മുടെ ബോഡി നമുക്ക് ചില കാര്യങ്ങൾ നോ പറയും. ഇപ്പം വാടാ സൈമോ നമുക്ക് ഒരെണ്ണം അടിക്കാടാ, ഇത് മർഫ്യൂസ് ഏതാണ്ട് സാധനം, വാടാ, നോ ഐ ഡോണ്ട് വാണ്ട് ഇറ്റ്, നോ എനിക്ക് വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയണം. അതുപോലെ പോകാതിരിക്കുക. എത്ര ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വലിയ ബിസിനസ്സുകാരനാണ്, പുള്ളിനോട് പറയാം എന്നാ ചെയ്യാൻ, ഞാൻ മദ്യപിക്കാൻ നോക്കും, പക്ഷേ വൈകിട്ട് 8 മണിയാകുമ്പോൾ ഫ്രണ്ട്സ് വിളിക്കും, അപ്പം മദ്യപിച്ച് പോകും. ഞാൻ എത്ര എണ്ണം അടിക്കും? ഓ അടിക്കാനിരുന്നാൽ 2-3 ബോട്ടിൽ അങ്ങ് തീർക്കുന്നതാണ് പറയാൻ. അപ്പോൾ എന്നോ കളുകൂടിയമാരായിരിക്കും. എൻ്റെ പൊന്നെ അതൊന്നും ചെയ്ത് കളയല്ലേ, ആയുസ് പോവും. ഇങ്ങനെയുള്ള ആശാന്മാരായി 35-നും 50-നും ഇപ്പം എല്ലാം ചെറുപ്പക്കാരല്ലേ മരിക്കുന്നത്. പ്രായമായ ഒരു സേഫ് ഇതിലെത്തിക്കഴിഞ്ഞു. 35-നും 50-നും 55-നും ഒക്കെ ഇടയ്ക്കാണ് കൂടുതൽ മരണം നടക്കുന്നത്. ഭക്ഷണം നിയന്ത്രിക്കാതിരിക്കുക, മദ്യവും പുകവലിയൊക്കെ കൂടി വരിക, അതുപോലെ ഈ കലോറി കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഒരു എക്സസൈസ് പോലും കയറി കിടന്ന് ഉറങ്ങുക. ലേറ്റ് നൈറ്റിൽ 11 മണി 12 മണിയാകുമ്പോൾ ചെന്ന് ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിച്ച് ശരിയാ കഴിച്ച് 2-3 പൊറോട്ടയൊക്കെ അടിച്ച് വീട്ടിൽ പോയി കയറി കിടന്നുറങ്ങും. അത് വലിയ ശരീരത്തിന് വലിയ കേടാണ് എന്ന് ഓർത്തോളുക. ബാക്കി പറഞ്ഞ് ഞാൻ പേടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബട്ട് നമ്മളെ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിഞ്ഞ് 10 കാതം നടക്കാൻ പറയാറുണ്ട്. ഞാൻ അങ്ങനെയാണ്. വൈകിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ തെരുവ് നല്ല ലൈറ്റൊക്കെ ഇട്ട് ഗവൺമെൻറ് സൂപ്പറാക്കിയിട്ടിരിക്കുന്ന തെരുവാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 പ്രാവശ്യം നടക്കും. അപ്പോൾ ഒരാൾ ചോദിക്കും സാറ് മോർണിംഗ് എക്സസൈസൊക്കെ ചെയ്യുന്നതല്ലേ? പിന്നെ ഞാൻ പറയും നമ്മുടെ കാരണവന്മാർ പഠിപ്പിച്ചിട്ടില്ലേ, വൈകിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 10 കാതം നടക്കാൻ പറഞ്ഞിട്ടില്ലേ, അത് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ വയറ്റിൽ ഭക്ഷണങ്ങൾ ദഹിക്കാതെ കിടക്കരുതെന്നാണ് പറയുന്നത്. അതിനാണ് നമ്മൾ നേരത്തെ കഴിക്കുകയും ചെയ്യും. ഒരു 7:30 ആകുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ 8:30 9:30 ആകുമ്പോൾ എത്ര കഠിന ഭക്ഷണമാണ്. പക്ഷേ ഞാൻ കഴിക്കുന്നത് ഒരു ചപ്പാത്തിയാണ് കഴിക്കുന്നത്, കുറച്ച് എന്തെങ്കിലും കറി കാണും, എന്തെങ്കിലും ഒരു ശകലം ഫ്രൂട്ട്സോ എന്തെങ്കിലും കാണും, ഇത്രേ ഉള്ളൂ. എല്ലാം കുറച്ചാണ്. ഭക്ഷണമേ മൊത്തത്തിൽ കുറച്ചിരിക്കുക. അതിപ്പം കല്യാണത്തിന് പോയാലും കൊള്ളാം, ഏത് ഫങ്ഷന് പോയാലും നമ്മൾ അത്രേ കഴിക്കത്തുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. അതങ്ങനെ ഹാബിറ്റാക്കി മാറ്റി. ഓക്കെ. അപ്പോൾ മദ്യപാനം, പുകവലി നമുക്ക് ഗുണം ചെയ്യത്തില്ല. ഡ്രഗ്സ് നമ്മളെ തന്നെ തകർത്ത് കളയും, അത് ചെയ്യാൻ പാടില്ല. പിന്നെ അമിതമായ ഭക്ഷണം, അതും ഈ പറഞ്ഞ പോലെ പോയിസൺ കഴിക്കുന്നതിന് തുല്യം അമിത ഭക്ഷണം കഴിക്കും. നമ്മളെ കാരണവന്മാർ പഠിപ്പിച്ചിട്ടില്ലേ, അമൃതായാൽ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, അത് കഴിക്കുകയുള്ളൂ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. ഇത് ഞാൻ പറയാൻ കാര്യം, ഇന്നിപ്പം എക്സസൈസ് വന്ന ഒരു അച്ചായൻ, സമ്പന്നനാണ്, അദ്ദേഹത്തിൻ്റെ മക്കൾ പറഞ്ഞു പോലും
മുന്തിയ മദ്യം കഴിച്ചാൽ കുഴപ്പം. അതിനെപ്പറ്റി സംശയം ചോദിച്ചുകൊണ്ടാണ് ഇത് പറയാനിടയായത്. എനിക്ക് മുന്തിയ മദ്യം എന്നും പറഞ്ഞ് കഴിക്കുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കും, യാതൊരു സംശയം വേണ്ട. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്.